ഹലോ എവറി വൺ, ദിസ് ഇസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഇന്നിവിടെ ഞാൻ എടുത്തിരിക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഡിസൈൻ, അതായത് ഒരു ഫാഷൻ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സിമ്പിൾ പോസ്റ്ററാണ്. സോ അത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് നമുക്കത് ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1080 × 1080, അതായത് സ്ക്വയർ സൈസ് ഫോർമാറ്റിലാണ് ഞാൻ ഇന്നിവിടെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഒരു സ്ക്വയർ സൈസ് ഫോർമാറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇമേജസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡുള്ള ഒരു ഇമേജാണ്. ഓക്കെ, ഞാനിവിടെ ഇമേജ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാനിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിത് ചെയ്തു. അപ്പോൾ എനിക്ക് അതായത് ഒരു പോപ്പ് ഓഫ് എഫക്റ്റ് എനിക്ക് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കൊണ്ടുവരണം. കാരണം നമ്മളിവിടെ പോപ്പ് എഫക്റ്റ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് താഴ്ത്തിയിട്ട് ഞാനിവിടെ ഇതിനെ, അതായത് ഈ ഒരു ലെയറിനെ ഞാൻ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യുന്നതിൻ്റെ കോഡെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+J ആണ്. അപ്പോൾ Ctrl+J, അപ്പോൾ നമുക്കിവിടെ വീണ്ടും കാണാൻ പറ്റും. നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് പകരം ഇവിടെ നമുക്ക് റാസ്റ്ററൈസ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാൻ പണ്ട് കാലത്ത് നമ്മൾ പെൻ ടൂളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലെ പുതിയ പുതിയ ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ആയി അത് മാസ്ക് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ മാസ്ക് ആയിട്ടുള്ളത് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫർ, അല്ലെങ്കിൽ ഇപ്പം 60% ആണ്, അല്ലെങ്കിൽ 30% ഓഫ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത്, അതായത് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 60% എന്ന് പറയുന്ന ഒരു ഓഫർ ഞാനിവിടെ 60% ആണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. സോറി. ഓക്കെ, ഞാനവിടെ നമ്മുടെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ നോർമൽ സൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഒരു പോപ്പ് അപ്പ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ വരാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 60 എന്ന് പറയുന്ന ലെയർ ഞാൻ അതിൻ്റെ താഴേക്ക് ഞാനത് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ്. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് നമ്മുടെ ആ ഒരു അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഇച്ചിരി കുറച്ച് മോൺസെറാട്ട് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി കുറച്ചും കൂടി ബോൾഡായിട്ടുള്ളൊരു ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 60% ഓഫ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കണം. അപ്പം 60% എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ പെർസെൻറ്റേജ് ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഒരു പെർസെൻറ്റേജ് സിമ്പൽ ഞാനിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+T യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് കാണുന്ന രീതിയിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഇമേജസ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റായി. 60% ഓഫ് എന്നുള്ളത് നമ്മൾ വീണ്ടും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫും കൂടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇവിടെ ഓഫ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇതിന് വേറൊരു കളറാണ്. ഞാനിത് കുറച്ചും കൂടി ഞാൻ സൈസ് കുറയ്ക്കുകയാണ്. ഓക്കെ, ഞാനിത് കുറച്ച് ഓഫ് എന്ന് പറയുന്ന സൈസ് ഞാൻ കൊടുത്ത് ഇത് കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ആകുമ്പോൾ നമുക്ക് പർപ്പിളിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കളർ കോൺട്രാസ്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് വായിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇത്രയായി. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മെഗാ സെയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഗാ സെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ കണ്ടന്റ് ഇവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ മെഗാ സെയിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കണ്ടന്റാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞാൻ ഇച്ചിരി ചെറുതാക്കിയിട്ട് സെയിലിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ. അപ്പം ഞാനിവിടെ കുറച്ച് കേണിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
യെസ്. ഇനി ഞാൻ സെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുകയാണ്. നമ്മൾ സെയിൽ അതിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഒരു ഏബ്രിൽ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. ഏബിൾ ഫാക്ട് ഫേസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. അതൊരു സെരീഫ് ഫോണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ലുക്ക് അതിൽ വരും. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ എനിക്കത് ഒരു ക്യാപിറ്റലൈസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ എനിക്കത് അത്രയും ഗണിങ് ചെയ്യേണ്ട. ഓക്കെ, ഞാനൊരു 40%. അപ്പം ഞാനിവിടെ മോൺസെറാട്ടിൻ്റെ മറ്റൊരു ഫോണ്ട് ഞാനിവിടെ കുറച്ച് തിന്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഗുലർ ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. മെഗാ സെയിൽ എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് കളർ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയതിന് ശേഷം മെഗാ സെയിൽ എന്നുള്ളത് കുറച്ച് സെൻട്രൽ വന്നിട്ട് ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിന് കുറച്ചും കൂടി ഒരു പോപ്പ് ഓഫ് എഫക്റ്റ് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ നമ്മുടെ റെക്റ്റാങ്കിൾ ടൂളിലേക്ക് പോയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഞാൻ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അപ്പിയറൻസ് എന്ന് വരും. അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓഫ് ചെയ്തിടുക. പിന്നെ സ്ട്രോക്ക് എന്നുള്ളത് കുറച്ച് തിൻ അല്ലെങ്കിൽ കട്ടിക്ക്, അതായത് നമുക്കിവിടെ സ്ട്രോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു 10ൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 എന്ന് പറയുന്ന ഒരു സ്ട്രോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഓഫർ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു സെയിൽ പോസ്റ്റർ അല്ലെങ്കിൽ മെഗാ സെയിൽ പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എനിക്കറിയാം. അപ്പം ഞാൻ ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെ നമുക്കത് കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു ആഡ് പോസ്റ്റ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.